നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ ആണ് ഇന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ത്രികോണത്തിൻ്റെ 3 സൈഡും തന്നാൽ നമുക്കത് വരയ്ക്കാൻ അറിയാം അല്ലേ? നിങ്ങളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കി. 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആണ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെ അളവുകൾ. അത് അവർ 6 രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പം 3, 5, 6 ആദ്യം വരച്ചിരിക്കുന്ന നോക്കിയാൽ ആദ്യം 3 സെൻറ്റിമീറ്റർ നമ്മളൊരു സ്കെയിലിൽ എടുത്ത് വരച്ചിട്ട് പിന്നെ 5 സെൻറ്റിമീറ്റർ കോമ്പസിൽ ആ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യും. അതേപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്ത് അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് നമ്മൾ ആദ്യം വരച്ച ലൈനിൽ നിന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ആ ട്രയാങ്കിൾ ഫോമായി അല്ലേ? ഇനി നമുക്ക് ഇതേ ട്രയാങ്കിൾ തന്നെ ഒന്ന് അല്പം മാറ്റി വരയ്ക്കാം. അതായത് ആദ്യം 3 സെൻറ്റിമീറ്റർ വരച്ചിട്ട് പിന്നെ ഈ 6ഉം 5ഉം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരയ്ക്കാം. അതായത് നമ്മൾ ആദ്യം വരച്ചപ്പോൾ 3 സെൻറ്റിമീറ്ററിന് ലെഫ്റ്റിൽ നിന്ന് 6ഉം റൈറ്റിൽ നിന്ന് 5ഉം ആണെങ്കിൽ മറിച്ചിടുക. അതേ ലെഫ്റ്റിൽ നിന്ന് 5ഉം റൈറ്റിൽ നിന്ന് 6ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വരയ്ക്കുക. ആർക്ക് കട്ട് ചെയ്ത് വരയ്ക്കുക. ഈ ത്രികോണങ്ങളൊന്ന് ശ്രദ്ധിച്ച്, രണ്ട് ത്രികോണങ്ങളുടെയും 3 വശങ്ങളും തുല്യമാണ്. ഈ 2 ത്രികോണങ്ങളും ഒന്ന് ചേർത്ത് ഒന്നിന് മീതയ്ക്ക് മീതയായിട്ട് വെക്കുകയാണെങ്കിൽ, മീതയ്ക്ക് മീത എന്ന് പറയുമ്പോൾ ഒരേ വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ, ഇപ്പം 3 സെൻറ്റിമീറ്ററിന് മീതെ 3 സെൻറ്റിമീറ്ററും അതുപോലെ 5 സെൻറ്റിമീറ്ററിന് മീതെ 5 സെൻറ്റിമീറ്ററും വരുന്ന രീതിയിൽ ആ ത്രികോണങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ത്രികോണങ്ങളുടെ 3 കോണളവുകളും തുല്യമായിരിക്കും 2 ത്രികോണങ്ങളുടെയും. അതേപോലെ തന്നെ ആ സെയിം ട്രയാങ്കിൾ തന്നെ ഈ ആദ്യം നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതും അതിന് പകരം 6 സെൻറ്റിമീറ്റർ ആദ്യം സ്കെയിലെടുത്ത് ആദ്യം 6 സെൻറ്റിമീറ്റർ വരച്ചിട്ട് പിന്നെ 3 സെൻറ്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക, അതുപോലെ 5 സെൻറ്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക, എന്നിട്ടത് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് അതേ അളവുകളുള്ള ട്രയാങ്കിൾ വേറൊരു രീതിയിൽ കിട്ടി. ഇതേപോലെ ഇനി അടുത്തത് 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് പിന്നെ 3ഉം 6ഉം ആർക്ക് കട്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. അത് തന്നെ 5 സെൻറ്റിമീറ്റർ തന്നെ 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്റർ എന്നുള്ളത് തിരിച്ച് വരയ്ക്കുക. 2 സൈഡിൽ നിന്നും ആദ്യം വരച്ചതിൽ നിന്നും മാറ്റി വരച്ച് ആർക്ക് കട്ട് ചെയ്ത് വരച്ചാൽ വേറൊരു ട്രയാങ്കിൾ കിട്ടി. ഇതേപോലെ 6 രീതിയിൽ ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ? എല്ലാ ട്രയാങ്കിൾസിൻ്റെയും അളവുകൾ തുല്യമാണ്. വശങ്ങൾ, ഈ എല്ലാ ത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. ഇനി ഈ ത്രികോണങ്ങളെല്ലാം നമ്മൾ ഒന്നിന് മീതെ ഒന്നായി വെക്കുക. ഒന്നിന് മീതെ ഒന്നായി വെക്കണം. എങ്ങനെ വെക്കണം? ഒരേ നീളമുള്ള വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ. അതായത് നമ്മളിപ്പോൾ 3 സെൻറ്റിമീറ്ററാണ് ആദ്യത്തെ ട്രയാങ്കിളിൽ, 3 സെൻറ്റിമീറ്ററിൻ്റെ മീതെ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ 3 സെൻറ്റിമീറ്ററിൻ്റെ വശമാണ് അവിടെ വരേണ്ടത്. മൂന്നാമത്തിൻ്റെയും 3 സെൻറ്റിമീറ്ററിൻ്റെ നേരെ 3 സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത്. അങ്ങനെ തുല്യ നീളങ്ങൾ അതിനൊപ്പമായിട്ട് അടുക്കി വെച്ചാൽ ഇപ്പം ഈ 6 ത്രികോണങ്ങളും വെച്ചാൽ ഒരേപോലെ വരും അല്ലേ? അപ്പം അത് തുല്യ ത്രികോണങ്ങളായിട്ട് വരും. ഇനി നമ്മൾ ഈ അടുക്കി വെച്ച ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, ഈ ട്രയാങ്കിൾസിൻ്റെ 3 കോണുകളല്ലേ ഉള്ളത്. ഈ 3 കോണുകളും നമ്മൾ നോക്കിയാലും നമുക്ക് അളന്ന് നോക്കിയാൽ മനസ്സിലാവും തുല്യമായിരിക്കും. അതായത് ഈ ത്രികോണങ്ങളുടെ 3 കോണളവുകളും ഈ 6 ത്രികോണങ്ങളുടെയും 3 കോണളവുകളും തുല്യമായിരിക്കും. അതായത് സൈഡ്സ് ഈക്വൽ ആണല്ലേ? ഈ ട്രയാങ്കിൾസിൻ്റെയൊക്കെ സൈഡ്സ് ഈക്വൽ ആണ്. അത് പിന്നെ എന്താണ്? കോണുകളും ഈക്വലാണ്, അല്ലെങ്കിൽ അവയുടെ ആംഗിൾസും ഈക്വലാണ്. അപ്പം ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇഫ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് 2 triangles ആർ ദ സെയിം ദെൻ ദെയർ ആംഗിൾസ് ആർ ഓൾസോ ദ സെയിം. 2 ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണെങ്കിൽ അവയുടെ കോണളവുകളും തുല്യമായിരിക്കും. ഇനി നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. അതായത് ഒരു ത്രികോണത്തിന് ഇപ്പം 3 സൈഡും 3 അളവുകളാണ് അല്ലേ? അപ്പോൾ ഒന്ന് ഏറ്റവും ചെറുതായിരിക്കും, ഒന്ന് അതിനേക്കാൾ വലുത്, ഒന്ന് ഏറ്റവും വലുത്.
അപ്പോൾ ഏറ്റവും വലിയ വശത്തിന് എതിരായിട്ടുള്ള കോണായിരിക്കും ഏറ്റവും വലിയ കോൺ. അതുപോലെ ഏറ്റവും ചെറിയ വശത്തിനെതിരായിട്ടുള്ള കോണായിരിക്കും ഏറ്റവും ചെറിയ കോൺ. അപ്പം മിഡിലിൽ വരുന്നതാ, മധ്യത്തിൽ വരുന്നൊരു വശം ഉണ്ടാവുമല്ലോ, ഇതിന് രണ്ടിനിടയിൽ വരുന്ന വശത്തിനെതിരായിട്ട് വരുന്ന കോൺ എന്തായിരിക്കും? അത് ഈ രണ്ട് കോണിനും ഇടയിലുള്ള കോണളവായിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളും നോക്കിയും, ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR. ഇതിൻ്റെ സൈഡ്സ് നോക്കിയും ABCയുടെ എന്താണ് 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. അതേ നീളങ്ങൾ തന്നെയാണ് PQRലും. ഇവിടെയും 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. അപ്പം രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ് അല്ലേ? അപ്പം ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനി ഈ ട്രയാങ്കിൾ ഒന്ന് നോക്കിയാൽ, ട്രയാങ്കിൾ ABC, ഇതിൽ ലാർജസ്റ്റ് സൈഡ് ഏതാണ്? 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇതിലെ ലോങ്ങസ്റ്റ് സൈഡ് 6 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ വശം ഏതാണ്? ഈ 6 സെൻറ്റിമീറ്റർ, അതായത് BC ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഈ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ ആംഗിൾ ഏതായിരിക്കും? ഏറ്റവും വലിയ വശത്തിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ ആയിരിക്കും ലാർജസ്റ്റ് ആംഗിൾ. അതായത് ഈ ട്രയാങ്കിളിലെ ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് അതിൽ ലോങ്ങസ്റ്റ് സൈഡ് ഏതാണ്? ഈ BC ആണ്, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ A. അപ്പോൾ ആംഗിൾ A ആയിരിക്കും ഈ ട്രയാങ്കിൾ ABCയിലെ ലാർജസ്റ്റ് ആംഗിൾ, അല്ലെങ്കിൽ ഈ ത്രികോണം ABCയിലെ ഏറ്റവും വലിയ ആംഗിൾ, ഏറ്റവും വലിയ കോൺ A ആണ്. കാരണം
ഏറ്റവും നീളം കൂടിയ വശം BC, ഈ 6 സെൻറ്റിമീറ്റർ BC ആണ്. അപ്പം അതിന് എതിരായിട്ട് വരുന്ന കോണായിരിക്കും ഏറ്റവും വലിയ കോൺ. ഇനി ഈ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് രണ്ടാമത്തെ നീളമായിട്ട് വരും. അതായത് 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീഡിയം സൈഡാണ് ഇതിൻ്റെ. ഇത് ലാർജസ്റ്റ്, ഇത് മീഡിയം, ഇത് ഷോർട്ടസ്റ്റ്. അപ്പം ഈ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ B ആണ്. അപ്പം ആംഗിൾ B ആയിരിക്കും അതിലെ മീഡിയം ആംഗിൾ. അതുപോലെ ഇതിൽ സ്മോളസ്റ്റ് സൈഡ് ഏതാണ്? ഈ 3 സെൻറ്റിമീറ്റർ ആണ്, AB. അപ്പം ABക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ C. അപ്പം ആ ആംഗിൾ C ആയിരിക്കും ഇതിലെ സ്മോളസ്റ്റ് ആംഗിൾ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കോൺ. ഏറ്റവും ചെറിയ വശം ഇതാണ് AB, 3 സെൻറ്റിമീറ്റർ ഉള്ള. അപ്പം അതിനെതിരായിട്ട് വരുന്ന കോണായിരിക്കും ഈ ത്രികോണത്തിലെ ഏറ്റവും ചെറിയ കോൺ. മനസ്സിലായില്ല? ലാർജസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും ലാർജസ്റ്റ് ആംഗിൾ, മീഡിയം സൈഡിന് ഓപ്പോസിറ്റ് വരുന്നത് മീഡിയം ആംഗിൾ, ഷോർട്ടർ സൈഡിന് ഓപ്പോസിറ്റ് വരുന്നത് ഷോർട്ടസ്റ്റ് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആംഗിൾ ആയിരിക്കും. ഏറ്റവും വലിയ വശത്തിന് ഓപ്പോസിറ്റ് വരുന്നത് ഏറ്റവും വലിയ കോൺ, മീഡിയം സൈഡിന് അല്ലെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈക്വൽ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഇത് രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് അല്ലേ? അപ്പം നമുക്ക് ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലിപ്പോൾ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എ. ഈ ട്രയാങ്കിൾ ABC-യിൽ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ PQR-ൽ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ R. ഇതാണ് PQ ആണ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ R. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആംഗിൾ എ. ആംഗിൾ opposite to 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ സൈഡ്. ഈ ട്രയാങ്കിളിൽ ഏതാണ്? ആംഗിൾ എ. ആംഗിൾ എ ഈക്വൽസ്, ഇനി ട്രയാങ്കിൾ PQR-ൽ ഏത് ആംഗിളാണ്? ആംഗിൾ R. അതേപോലെ ആംഗിൾ ഓപ്പോസിറ്റ് ടു സൈഡ് 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ സൈഡ്. ഈ 5 സെൻറ്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈ ട്രയാങ്കിളിൽ ഏതാണ്? ആംഗിൾ B. Therefore ആംഗിൾ B ഈക്വൽ ടു ഈ ട്രയാങ്കിളിൽ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ P. ആംഗിൾ P. ഇനി ഒരു ആംഗിളും കൂടെ അല്ലേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ സൈഡാണ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ C. ആംഗിൾ ഓപ്പോസിറ്റ് ടു 3 സെൻറ്റിമീറ്റർ സൈഡ്. 3 സെൻറ്റിമീറ്റർ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈ ട്രയാങ്കിളിലെ ആംഗിൾ C ആണ്. ആംഗിൾ C ഈക്വൽ, ഇവിടെ ഏത് വരും? 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആംഗിൾ Q. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിലെയും ഈക്വൽ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? എങ്ങനെയാണത്? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഈ ത്രികോണത്തിന് 6 സെൻറ്റിമീറ്റർ നീളമുള്ള വശത്തിന് എതിരായിട്ട് വരുന്ന കോണും, അതേപോലെ തന്നെ ഈ ത്രികോണത്തിൽ 6 സെൻറ്റിമീറ്റർ വശത്തിന് എതിരായിട്ട് വരുന്ന കോണും തുല്യമായിരിക്കും. അതുപോലെ ഓരോ തുല്യ വശങ്ങൾക്കും എതിരായിട്ട് വരുന്ന കോണുകളും തുല്യമായിരിക്കും. ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇത് ട്രയാങ്കിൾ LMN. അപ്പം ഇതിൽ രണ്ട് ട്രയാങ്കിളിലെയും ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്, തുല്യ കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആംഗിൾ L ഈക്വൽസ്, ഈ L എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം, 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഇവിടെ ഏതാണ്? Y. ഈ ട്രയാങ്കിൾ XYZ ആണ്. അപ്പോൾ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് Y. അപ്പം ആംഗിൾ L ഇസ് ഈക്വൽ ടു ആംഗിൾ Y. ഇനി അടുത്ത ആംഗിൾ M. ആംഗിൾ M എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ Z. അതേപോലെ അടുത്ത ആംഗിൾ N.
ആംഗിൾ എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ എക്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയും ഇതിൽ ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കാം. ആംഗിൾ എ, അപ്പോൾ ഈ ട്രയാംഗിൾ എ ബി സിയിലെ ആംഗിൾ എക്ക് ഈക്വലായിട്ട് ഏതാണ് വരുന്നത്? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ്, സോറി ഇവിടെ പേര് കൊടുത്തോട്ടെ, ഇത് പി ക്യു ആർ എന്നാണ് കേട്ടോ. പി ക്യു ആർ. അപ്പം ആംഗിൾ എ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ട്രയാംഗിളിൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ ആർ. അതേപോലെ അടുത്ത ആംഗിൾ ബി. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 2.4ന് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ 2.4ന് ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ പി. പിന്നെ അടുത്തത് ആംഗിൾ സി. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 3.6ന് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ 3.6ന് ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ ക്യൂ. രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? എ ബി ഈക്വൽസ് ക്യു ആർ. എ ബിയും ക്യു ആറും ഈക്വലാണ്. അതായത് ഈ സൈഡും ഈക്വലാണ്. പിന്നെ അടുത്ത് ബി സി is equal to ആർ പി. ബി സി എന്ന് പറഞ്ഞാൽ ഇത്. ബി സി എന്തിന് ഈക്വലാണ്? ആർ പിക്ക്. അപ്പോൾ ഈ 2 സൈഡും ഈക്വലാണ്. ഇനി അടുത്തത് സി എ ഈക്വൽ പി ക്യു. മൂന്നാമത്തെ സൈഡും ഈക്വലാണ്. 2 ത്രികോണങ്ങളുടെ 3 വശങ്ങളും തുല്യമായാൽ അവയുടെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? 2 ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് ആ തിയറി ഉപയോഗിക്കാം. ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഈ ആംഗിൾ സി കണ്ടുപിടിക്കണം. ഈ 2 ആംഗിളും തന്നിട്ടുണ്ട്. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് വളരെ എളുപ്പമല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 2 ആംഗിൾ അറിയാം, ഒന്ന് 40യും ഒന്ന് 60യും. അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180ന്ന് ഇത് 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് 2ഉം കൂടെ കൂട്ടിയിട്ട് 150ന്ന് അത് കുറച്ചാൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടും. അപ്പം ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 പ്ലസ് 60. 180 മൈനസ് ഇതെന്ത് വരും? 100. 180 മൈനസ് 100 80 ഡിഗ്രിയാണ് ആംഗിൾ സി. ആംഗിൾ സി കണ്ടുപിടിച്ചു, 80 ഡിഗ്രി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ. അതും നമ്മളിപ്പോൾ ഈ പഠിച്ച തിയറി ഉപയോഗിച്ചാൽ മതിയല്ല. ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം ആംഗിൾ എക്ക് ഈക്വൽ ഇതിലേത് വരും? ഈ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ബി സിക്ക് ഓപ്പോസിറ്റാണ്. ബി സിക്ക് ഈക്വലായിട്ട് വരുന്നത് ഇവിടെ ഏതാണ്? ആർ പി ആണ് അല്ലേ? ഈ സൈഡാണ്. ഇതിന് ഈക്വലായിട്ട് വരുന്നത് ഈ സൈഡാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ എന്താണ്? ആംഗിൾ ക്യൂ. അപ്പോൾ ആംഗിൾ എക്ക് ഈക്വലായിട്ട് വരുന്നത് ആംഗിൾ ക്യൂ. ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ ക്യൂ. അതെത്രയാണ്? 40 ഡിഗ്രി. അപ്പം അത് കിട്ടി. ഇനി അടുത്ത ആംഗിള് ആംഗിൾ ബി. ബിക്ക് ഈക്വലായിട്ട് ഇവിടെ വരുന്നത് ഏതാണ്? ഈ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഈ എ സിക്ക് ഓപ്പോസിറ്റാണ്. എ സിക്ക് ഈക്വൽ ഏതാണ്? പി ക്യു ആണ്. പി ക്യുവിന് ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ ആർ. അപ്പം ആംഗിൾ ബിക്ക് ഈക്വലായിട്ട് വരുന്നത് ആംഗിൾ ആർ. അതായത് ഇങ്ങനെ നോക്കിയാൽ മതി. ആംഗിൾ ബി എന്ന് പറയുന്നത്, ഈ ട്രയാംഗിളിൽ ആംഗിൾ ബി എന്ന് പറയുന്നത് എ സിക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ എ സിക്ക് തുല്യമായിട്ട് ഇവിടെയുള്ള സൈഡ് ഏതാണ്? പി ക്യു ആണ്. അപ്പോൾ പി ക്യുവിന് ഓപ്പോസിറ്റ് ഏതാണ്? ആറ്. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വലാണ്. ഇനി അടുത്ത ആംഗിൾ സി. ആംഗിൾ സിക്ക് ഈക്വലായിട്ട് ഇവിടെ ആംഗിൾ എത്രയാണ്? ആറെന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അതറിയാം. ഇനി ആംഗിൾ സിക്ക് ഈക്വലായിട്ട് ഇവിടെ വരുന്നത് ഏതാണ്? ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എ ബിക്ക് ഓപ്പോസിറ്റാണ്. ഈ എ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്യു ആറിന് ഈക്വലാണ്. അപ്പോൾ ക്യു ആറിന് ഓപ്പോസിറ്റ് ആംഗിൾ പി. അത് എത്രയാണ്? 80 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ.
80 ഡിഗ്രി അല്ലേ? വേണമെങ്കിൽ ഓർഡർ എഴുതണമെങ്കിൽ ഈ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ആംഗിൾ പി എന്താണ്? ആംഗിൾ പി 80 ഡിഗ്രി, ആംഗിൾ ക്യു 40 ഡിഗ്രി ആൻഡ് ആംഗിൾ ആർ 60 ഡിഗ്രി. ഇതാണ് 3 ആംഗിൾസും.